അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ചെറിയ ഇസ്മിനെ കുറിച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ഒരു ഇസ്മ മൂലം നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഗുണങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ലോകത്ത് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മളിൽ പല ആളുകളും താങ്ങാനാകാത്ത അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് വീടുകളിലെ കടബാധ്യതയുടെ ഭാരം കൊണ്ട് ഉറങ്ങാതെ കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന യുവാക്കളുണ്ട്. അതുപോലെ തന്നെ വിവാഹം വൈകുന്ന വിഷമത്തിലെ കണ്ണീരോടെ കഴിയുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും നമുക്കിടയിൽ തന്നെയുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രോഗം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. മാറാ രോഗങ്ങളൊക്കെ നമ്മളെ പിടിവിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സാമ്പത്തികം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഒരുപാട് മാനസിക പ്രശ്നവും പ്രയാസവുമാണ്. ചികിത്സയ്ക്ക് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, അതുപോലെ തെറ്റിദ്ധാരണകൾ കൊണ്ട് തകർന്നു പോകുന്ന ബന്ധങ്ങൾ, കാലങ്ങളോളം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുകളും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു വിജയം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തത് മൂലം വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കിടയിൽ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് പ്രശ്നം നമ്മൾക്ക് വന്നോട്ടെ, എന്ത് ദുരിതങ്ങൾ നമ്മളിൽ വന്നോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അതിനുള്ളൊരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നതാണ്. ലോകം തന്നെ നമ്മളെ വിട്ടുപോയാലും എന്ത് പ്രശ്നങ്ങൾ നമുക്ക് വന്നാലും ഏത് വഴി നമുക്ക് അടഞ്ഞാലും നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെ തകർന്നാലും അല്ലാഹു തആല ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവൻ ഏത് കാര്യത്തിലും പൂർണ്ണ ശക്തനാണ് എന്ന്. നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കണം, എന്തിനു നമ്മൾ പ്രയാസപ്പെടണം എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കഷ്ടപ്പാടുകൾ അസാധ്യമായി തോന്നിക്കഴിഞ്ഞാൽ, ഇനിയൊരു വഴിയില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇസ്മ നമ്മൾ ചൊല്ലുക. ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്കൊരു വഴി തുറന്നു തരുന്നതാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഈ ഇസ്മിനെ മുറുകെ പിടിക്കുക. ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ നമുക്ക് തരുന്നതാണ്. അത്രയ്ക്ക് പവറുള്ള ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടെയും അതുപോലെ തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് ഇസ്മിനെ ചൊല്ലാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങിപ്പോകണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ എന്ത് ബുദ്ധിമുട്ട് നീങ്ങിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഉടൻ തന്നെ അല്ലാഹു തആല നടത്തി തരുന്നതുമാണ്. ഏതാണ് ആ ദിക്ർ? യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ് എന്ന ഇസ്മാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലേണ്ടത് 100 പ്രാവശ്യം, ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നോ, എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നോ, ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങിയെടുത്തു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം, ആ ഒരു ബുദ്ധിമുട്ട് അല്ലാഹു തആല പെട്ടെന്ന് തന്നെ നീക്കി തരുന്നതാണ്. നമ്മൾ പ്രയാസപ്പെടുമ്പോഴും നമ്മൾ വിഷമിക്കുമ്പോഴും ഈ ഒരു ഇസ്മിന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിന് ഉത്തരം ലഭിക്കുന്നത് സത്യമുള്ള ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു ഇസ്മിന് മുറുകെ പിടിക്കുക, ജീവിതത്തിൽ പതിവാക്കുക. നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരട്ടെ. ആമീൻ. ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.